നല്ല മുരിഞ്ഞ ദോശയും മട്ടൻ കറി കൊള്ളാമല്ലേ ഐറ്റം ഉണ്ടാക്കിയാലോ. സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് തന്നെ ഇതാ പെട്ടെന്ന് തന്നെ ചൂടായിട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആസ് യൂഷ്വൽ നമ്മൾ സവാള ഇടാം. സവാള ഇട്ടിട്ട് അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാള അത് ബ്രൗൺ കളറൊന്നായി മാറണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കാരണം സവാളയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ കറിക്ക് മതിരിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 600 ഗ്രാം മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ചെറിയ സവാളയാണ്. അതിനുശേഷം ഞാൻ പോയത് വേറെ എവിടേക്കല്ല, അത് ഈ പച്ചമുളക് എടുക്കാനാണ്. പച്ചമുളക് നടുകി കയറിയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ഇത്രയും വഴറ്റിൽ മതി കേട്ടോ. ദെൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിടാം കേട്ടോ. പേസ്റ്റാക്കൊന്നും വേണ്ട, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാം, അല്ലാത്തവരുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നെക്സ്റ്റ് ഓൺ സ്റ്റേജ് വേറെ ആരുമല്ല, നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയുടെ കൂടെ ഞാൻ കുറച്ചും ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അതുകൊണ്ട് തന്നെ തീ സിമ്മിലിടാം. എനിക്ക് മല്ലിപ്പൊടി ഭയങ്കരമായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലിന് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ സ്മെല്ല് എന്തോ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ മസാലയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് കണ്ടോ ആ സവാളയുടെ ഒക്കെ പരുവം കണ്ടോ, ഞാൻ ആ ഒരു പരുവത്തിൽ എടുക്കാറുള്ളൂ. അതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ ഒന്ന് കളർ മാറുന്ന വരെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലാണ് ആ കറിക്ക് കളർ കിട്ടത്തുള്ളൂ. അതും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ദെൻ നമ്മൾ മട്ടൻ ചേർക്കുവാണേ. മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പ് പിന്നെ ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണേ. നന്നായി മിക്സ് ചെയ്തിട്ട് കണ്ടോ ആ കളറ് കണ്ടോ, ആ കറുത്ത കളറ്. അപ്പോൾ ആ കളർ തന്നെയായിരിക്കും നമുക്ക് കറിക്ക് ഉണ്ടാവാം. കുറച്ച് വെള്ളം, ഒരു കാ ഗ്ലാസ് ഒന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. കാരണം മട്ടനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. എന്നിട്ട് കുക്കർ അടച്ച് ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റാണ്. കാരണം അത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും ചെയ്യും. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു വിസിലിന് ശേഷം തീ സിമ്മിലിടാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ വേവിക്കുന്നത്. വിസിൽ കണക്കൊന്നുമില്ല. ആ ഒരു വിസിലിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ, മട്ടൻ്റെ വേവും സ്മെല്ലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവിനും പാകത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. മട്ടൻ പീസ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കറിക്ക് നമുക്കൊരു കുറുകുറുപ്പ് തോന്നുന്നില്ലെങ്കിൽ പോലും കുറച്ച് നേരം കഴിഞ്ഞ് ആ നീരാവിയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ കറി ഒന്നും കൂടെ കുറുകും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി. ദെൻ നമ്മുടെ ദോശ ഉണ്ടാക്കുക. ദോശ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി മുരിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നന്നായി മുരിച്ച ദോശയാണ്. ഞാൻ കരുതി ദോശ തന്നെ ചതിച്ചു കേട്ടോ. കാരണം ആൾ വിട്ട് വരാനായിട്ട് കുറച്ചൊന്ന് താമസം കാണിച്ചു. ബട്ട് കുഴപ്പമില്ലാണ്ട് കിട്ടി. ഇതൊരു പാത്രം മാത്രമാണ് ഞാനിവിടെ നോൺ സ്റ്റിക്കായിട്ട് യൂസ് ആക്കുന്നത്. അതിങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ തവയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മട്ടൻ കറിയിൽ ഞാൻ തപ്പുന്നത് വേറെ ഒന്നുമല്ല, എല്ലോട് കൂടി കഷ്ണമാണ്. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ വാരി എല്ലോട് കൂടി കഷ്ണം എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇതാണ് ഇന്നത്തെ റെസിപ്പി. ഓക്കേ.